കൂടുതൽ എ.ടി.എമ്മുകൾ കൊള്ളയടിക്കാൻ തൃശൂർ എ.ടി.എം കവർച്ചാ കേസിലെ പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നെന്ന് പോലീസ്. കവർച്ചാ കേസിലെ പ്രതികളെ പോലീസ് തമിഴ്നാട്ടിൽ നിന്ന് തൃശൂരിലെത്തിച്ചു. ഹരിയാന സ്വദേശികളായ 5 പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. എ.ടി.എം കൊള്ള സംഘത്തിനെ തമിഴ്നാട് നാമക്കലിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് വൈകിട്ട് ഇവരെ തൃശൂരിലെത്തിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുമായി നാളെ ഷൊർണൂർ റോഡിലെ എ.ടി.എം കൗണ്ടറിൽ തെളിവെടുപ്പ് നടത്തും. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം. എ.ടി.എം സുരക്ഷാ സന്ദേശം എന്തുകൊണ്ട് വൈകി, പ്രതികൾക്ക് പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. പ്രതികൾ സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ വെച്ച് തന്നെയാണ് കണ്ടെയ്നർ ലോറിക്കകത്തേക്ക് കയറ്റിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആദ്യ മോഷണത്തിന് ശേഷം ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്ക് വരുന്നതിനിടയിൽ മറ്റൊരു എ.ടി.എമ്മിൽ കൂടി പ്രതികൾ മോഷണത്തിന് പദ്ധതിയിട്ടു. എന്നാൽ സുരക്ഷ കർശനമായതിനാൽ വേണ്ടെന്ന് വെച്ചു. 7 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. സംഘട്ടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു പ്രതിയുടെ കാൽ മുറിച്ചുമാറ്റി. ഇയാൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. മറ്റ് 5 പേരെയാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. എ.ടി.എം കവർച്ചയുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് തൃശൂരിലുള്ളത്. വിയ്യൂർ, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിലാണ് മറ്റ് കേസുകൾ. കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് പ്രതികൾ തൃശൂരിലെ 3 എ.ടി.എമ്മുകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്നത്. 24 തൃശൂർ.